എല്ലാവരും വീഡിയോയിലേക്ക് അടിച്ചു കയറി വാ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആപ്പയുടെ വീഡിയോ ആണ്. നമ്മളെ ഓട്ടോ ഫീൽഡിലേക്കൊക്കെ കടന്നു വരുന്ന ചെറുപ്പക്കാർ, ചില ആളുകൾക്ക് അറിയില്ല ഓയിൽ നോക്കാൻ എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. പൂർണ്ണമായിട്ട് വിശദീകരിക്കുന്ന വീഡിയോ നമുക്ക് പിന്നെ ഇടാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇഞ്ചൻ റൂം നമ്മൾ തുറക്കുക. ബാക്കിൽ ഇഞ്ചൻ റൂം നമ്മൾ തുറക്കുക. അത് കൂടുതലായിട്ട് വിശദീകരിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. ബാക്കിലത്തെ ഇഞ്ചൻ റൂം നമ്മൾ തുറക്കുക. ഈ ഒരു വശത്ത് ആപ്പയുടെ ഇങ്ങനെ ഒരു സിസ്റ്റമാണ്. അപ്പോൾ നമുക്ക് ഇഞ്ചൻ റൂമൊക്കെ ഒന്ന് തുറന്നിട്ട് നമുക്ക് ആ ഇഞ്ചനിലൊക്കെ ഓയിലൊക്കെ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, ഓയിൽ നോക്കുക. ഒരാഴ്ചയിൽ ഒരു 10 ദിവസമൊക്കെ കൂടുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശ്രദ്ധിക്കണത്. എപ്പോഴും നോക്കണം എന്നല്ല പറയുന്നത്. ഇപ്പോൾ ഒരു 5-6 ദിവസം ഒരു അത്യാവശ്യം ലോങ്ങൊക്കെ ഓടിക്കഴിഞ്ഞാൽ ഏകദേശമൊക്കെ നമ്മൾ ഇത് തുറന്ന് നോക്കേണ്ടതാണ്. ഓയിൽ നന്നായിട്ട് കത്തണുണ്ടോയെന്ന്. അങ്ങനെ വന്നാൽ ഇഞ്ചൻ പണിക്കൊക്കെ ഏകദേശം ആയതാണ് അതിന് ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നത്. അപ്പോൾ പോട്ടെ, അതൊക്കെ നമുക്ക് പിന്നീട് വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇതാണ് ഓയിലിൻ്റെ ആ വടി. എന്താണ് ഇത്? ഓയിൽ നോക്കേണ്ട ആ വടിയാണ്. ഈ സ്റ്റീലിൻ്റെ ആ ഒരു കുളത്ത് കാണുന്നില്ലേ, ഞാനത് വലിച്ചിട്ട് അത് നമ്മളിങ്ങനെ വലിക്കുക. ഈ സാധനം നമ്മൾ വലിച്ചിട്ട് ഇതിൽ പറ്റി പിടിച്ച ഓയിലുകളുണ്ടാവും. അപ്പോൾ അതിലുള്ള ഓയിൽ, ഇഞ്ചിലുള്ള ഓയിൽ അതുണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഒരു മറ്റേ ചെറിയ ശീലകഷ്ണം കൊണ്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് മറ്റേ ഇപ്പോൾ നമ്മൾ നോക്കുന്നത് നന്നായി കട്ട പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെയാണ്. ഇതിൽ വലിയ കട്ടയൊന്നും പിടിച്ചിട്ടില്ല നിങ്ങൾ. അപ്പോൾ ഇതുപോലെ ശീലകഷ്ണം എടുത്തിട്ട് നമ്മൾ വൃത്തിയായിട്ട് തുടക്കുക. നന്നായി തുടക്കുക. ശീലകഷ്ണം വൃത്തിയുള്ളതാവണം കയ്യിൽ. അതിൽ നമ്മളിട്ട് കുത്തേണ്ടതാണ്. അപ്പോൾ ഇഞ്ചിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ പൊടി കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് തുടക്കുക. അപ്പോൾ നല്ലൊരു ശീലകഷ്ണം എടുത്തിട്ട് അതിനായിട്ടൊരു ശീലകഷ്ണം ഉണ്ടാക്കുക. അപ്പോൾ വൃത്തിയായിട്ട് തുടക്കുക. അപ്പോൾ തുടച്ചു. അപ്പോൾ ഈ 2 വര നിങ്ങൾ കാണുന്നില്ലേ? ഈ 2 വരയുടെ താഴേക്ക് വന്നു കഴിഞ്ഞാലാണ് ഭയങ്കര ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചിനൊക്കെ പണി കിട്ടാൻ സാധ്യതയുണ്ട്. വണ്ടി കടന്ന് ചീറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ 2 വരയിൽ കൃത്യത്തിൽ ഓയിൽ നിൽക്കണം. ഓയിൽ ഒഴിച്ച് ഈ ഒരു ഭാഗം കണ്ടോ, ഈ ഒരു ഭാഗത്താണ് ഓയിൽ ഒഴിക്കുക. അപ്പോൾ ഓയിലൊക്കെ ഒഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, കൃത്യമായിട്ട് ഒഴിക്കുക. നന്നായിട്ട് നോക്കിയിട്ട് ഈ വടി ഇട്ടിട്ട് ഇങ്ങനെ കുത്തി നോക്കി അറിയാം എത്രത്തോളം കൃത്യമായിട്ട് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഓയിൽ ഓവറായിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു കൂട്ടുകാരൻ്റെ അളിയൻ്റെ വണ്ടി ഇതുപോലെ ഓയിൽ ഓവറായിട്ട് ഒഴിച്ചിട്ട് ഇഞ്ചൻ മണിക്ക് ഏകദേശം 7,000 രൂപ 8,000 രൂപ പൊട്ടി. അപ്പോൾ ഇതിൽ കുറച്ച് കുറവുണ്ട് കണ്ടോ, ഏകദേശം ഇതിൽ കുറച്ച് കുറവുണ്ട്. ഈ വരയുടെ സെൻറ്ററിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഏകദേശം കുറവുണ്ട് ഇതിൽ, നിങ്ങൾക്ക് കാണാവുന്നല്ലോ. അപ്പോൾ ആ വര കണ്ടോ, ആ വരയുടെ ആ ലെവലിൽ നമ്മൾ നിൽക്കണം, ഓയിൽ നിൽക്കണം. അപ്പോൾ ഇതാണ്, ഇങ്ങനെയാണ് നോക്കുക. അപ്പോൾ ഉണ്ടോ, ഇപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലാണുള്ളത്. അപ്പോൾ അത്യാവശ്യം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. അങ്ങനെ ഈ വണ്ടിയിൽ അങ്ങനെ ഓയിൽ കത്തുന്ന ഇതല്ല. അപ്പോൾ കുറച്ച് ഒഴിക്കാറായിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ഏതായാലും ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ഗിയർ ഓയിലാണ്. ഗിയർ ഓയിൽ നമ്മൾ നോക്കേണ്ടത് മറ്റൊരു സംഗതിയുണ്ട്. ഈ ഗിയർ ഓയിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നം. ഇതിലാണ് ഓയിൽ ഒഴിക്കേണ്ടത് കേട്ടോ. ഇതിലാണ് ഓയിൽ നമ്മൾ ഒഴിക്കേണ്ടത്. ഗിയർ ഓയിൽ നമ്മൾ നോക്കണം. ഈ ഓയിലിൻ്റെ പോലെ തന്നെ അത് പെട്ടെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ്. അത് ഗിയർ ബോക്സിൻ്റെയൊക്കെ അതിലൊന്നും തീരല്ലെങ്കിൽ ഗിയർ ബോക്സിനൊക്കെ നന്നായി പണി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഗിയർ ഓയിൽ നമ്മൾ നോക്കുക. ഗിയർ ഓയിലും ആ ഒരു ലെവലിലേക്ക് വന്നാൽ അതും ഈ 2 പേരുടെ ആ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ നിൽക്കേണ്ടതാണ്. കണ്ടോ, ഈ ഒരു ഭാഗത്ത് നിൽക്കണം കണ്ടോ കൃത്യമായിട്ട്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ അതിൽ ഒരുപാടുണ്ട് എന്നുള്ളത് ഇത് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. കാരണം ഒരുപാട് അതിലുണ്ട്. ഗിയർ ഓയിൽ അതിൽ ഒരുപാടുണ്ട്. അപ്പോൾ എന്തായാലും അത് നമ്മൾ തുടച്ച് വൃത്തിയാക്കിയിട്ട് നമ്മൾ ഒന്നും കൂടി ഇട്ട് നോക്കുകയാണ് അതിൽ ഓയിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത് അത്യാവശ്യം കാണാനുണ്ട് സംഗതി, ഓയിലൊക്കെ അത്യാവശ്യം കാണാനുണ്ട്. പിന്നെ നമ്മൾ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, വണ്ടി എപ്പോഴും ശ്രദ്ധിക്കുക. ഇപ്പോൾ നമുക്ക് വണ്ടിയുടെ ബ്രേക്ക് ഓയിലിനെ കുറിച്ച് പരിചയപ്പെടാം. ബ്രേക്ക് ഓയിൽ ഓപ്പൺ ചെയ്തതാണ്. ബ്രേക്ക് ഓയിലിൻ്റെ ബോക്സ് എത്രത്തോളം കാണാൻ കഴിയുന്നുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ മൂടി ഓപ്പൺ ചെയ്ത് അതിൻ്റെ ആ ഹോൾ ഭാഗത്തായിട്ട് ഒരു അരിപ്പ പോലെ സംഭവം കാണാം. അത് തൊട്ട് നോക്കി കിനിവുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഓയിലുണ്ട്. അതില്ലാന്നുണ്ടെങ്കിൽ ആ അരിപ്പ മാറ്റിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് സെറ്റാക്കുക മതി ബ്രേക്ക് ഓയിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ കണ്ടില്ലേ, എൻ്റെ കയ്യുമ്മ നോക്കിക്കഴിഞ്ഞാൽ തൊട്ട് കഴിഞ്ഞാൽ അങ്ങനെ കിനിവ് വേണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ